ഇന്ന് എൻ്റെ മകന്റെ ഗ്രാജുവേഷൻ ദിനമായിരുന്നു. അവൻ 12ാം ക്ലാസ് പൂർത്തിയാക്കി. പക്ഷെ എനിക്ക് ഇതൊരു സാധാരണ ദിവസമല്ല. കാരണം കഴിഞ്ഞ 3 വർഷം അവന്റെ ട്രെയിനിങ്ങുകളും മത്സരങ്ങളുമായി ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. സ്കൂളിലെ തലവേദനകളൊന്നുമില്ലാതെ അവൻ അവന്റെ പാഷനെ പിന്തുടരുകയായിരുന്നു. 10ാം ക്ലാസ്സിലെ ടീച്ചർ പഠനമാണ് ഒരു നാഷണൽ മെഡലിനേക്കാൾ വലുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് അംഗീകരിക്കാനായില്ല. അവനെ ആ സ്കൂളിൽ നിന്ന് ഒരു ഓൺലൈൻ സ്കൂളിലേക്ക് മാറ്റി. ഇന്നെനിക്കറിയാം, ഇതായിരുന്നു ഞാൻ അവന് വേണ്ടിയെടുത്ത ഏറ്റവും നല്ല തീരുമാനം. നന്നായി പഠിക്കുക, ജോലി മേടിക്കുക, നല്ല ശമ്പളം കിട്ടിയതിനു ശേഷം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തുന്നത്. ഒരു കാര്യം ഇതിനിടയിൽ നഷ്ടപ്പെടുന്നുണ്ട്. 13 മുതൽ 19 വയസ്സ് വരെയുള്ള സുവർണ കാലം. സുരക്ഷിതമായ ജോലിയുണ്ടെന്ന് കരുതിയ 30,000 പേർക്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന ഇമെയിൽ ഒരു തിരിച്ചറിവായിരുന്നു. ജോലിയും ശമ്പളവും എല്ലാം വേണം, പക്ഷെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ചിലർക്ക് പഠിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. അവർ പഠനത്തെ പാഷൻ പോലെ കണ്ട് വലിയ വിജയങ്ങൾ നേടും. പക്ഷെ അവരെ പോലെയാകാൻ നിർബന്ധിക്കപ്പെടുന്ന നല്ല പാട്ടുകാരും ഫുട്ബോൾ കളിക്കാരും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം തങ്ങളുടെ സുവർണകാലം നഷ്ടപ്പെടുത്തുകയാണ്. വളരെ ചെറുപ്പത്തിൽ കൂട്ടുകൂടാനും സമൂഹ പാഠങ്ങൾ പഠിക്കാനും സ്കൂളിൽ പോകണം. പിന്നീട് തങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനാകണം മുൻഗണന. കൂടെ പഠിക്കാൻ ഇതുപോലുള്ള സ്കൂളുകളും ഉണ്ട്. 20 വയസ്സിനുള്ളിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. അപ്പോൾ നഷ്ടബോധം തോന്നില്ല. ഒരുപാട് പേരുടെ ആ സമയം നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. പക്ഷെ ഇനി വരുന്ന തലമുറയോട് നമുക്ക് കുറെ കൂടി കരുണയുള്ളവരാകാം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നേതാക്കളിൽ ഭൂരിഭാഗവും പഠിച്ച് വലിയ റാങ്ക് നേടിയവരല്ല. അവർ ജീവിതാനുഭവങ്ങളാണ് നേടിയത്. ഒറ്റ ജീവിതമേ ഉള്ളൂ. റീസ്റ്റാർട്ട് ഇല്ല.